സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. ഇന്ന് 2025 മെയ് 2 വെള്ളിയാഴ്ചയാണ്, ഒരു വാരാന്ത്യമാണ്. നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്നുള്ളത്. നിഫ്റ്റിയിൽ വേവ്സ് എന്ന ഒരു ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ ഓഹരി വിപണിയിലെ മീഡിയ, വിനോദം, ഗെയിമിംഗ്, സിനിമ, ടെലിവിഷൻ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, സംഗീതം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള 43 ലിസ്റ്റഡ് കമ്പനികൾ ഉൾപ്പെടുന്ന നിഫ്റ്റി വേവ് സൂചിക ദേശീയ ഓഹരി വിപണി NSE ഇന്ന് പുറത്തിറക്കി. ഇന്ത്യയുടെ ക്രിയേറ്റീവ് മേഖലയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നിക്ഷേപകർക്ക് ഒരു ധാരണ നൽകാൻ ഈ സൂചിക സഹായിക്കും എന്നാണ് NSEയുടെ MDയും CEOയുമായ ആശിഷ് ചൗഹാൻ ലോഞ്ച് ഈവന്റിനിടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. 5.23% വെയിറ്റേജുമായി നസാര ടെക്നോളജീസ് ആണ് ഇതിൽ മുന്നിലുള്ളത്. അതിന്റെ തൊട്ടു പുറകെ സി മീഡിയ കോർപ്പറേഷൻ 5.15%, സി എന്റർപ്രൈസസ് 5.14%, ഹാത്വേ കേബിൾസ് ആൻഡ് ഡാറ്റാകോം 5.37% എന്നിങ്ങനെ വെയിറ്റേജിലാണ് ഈ ഇൻഡെക്സ് പോകുന്നത്. 43 സ്റ്റോക്കുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡെൻ നെറ്റ്വർക്ക്സ്, ടിപ്സ് മ്യൂസിക്, PVR ഇനോക്സ്, സരിഗമ ഇന്ത്യ, TV ടുഡേ നെറ്റ്വർക്ക് 18 തുടങ്ങിയ സ്റ്റോക്കുകളും ഈ ഇൻഡെക്സിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കുകയാണെങ്കിൽ ജെൻസോൾ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയുടെ പ്രതിസന്ധിയിലായ ജെൻസോൾ എഞ്ചിനീയറിംഗ് ഓഹരികൾ ഇന്ന് തുടർച്ചയായ 16ാം ദിവസവും ഇടിവ് രേഖപ്പെടുത്തി. 5% ഇടിവ് രേഖപ്പെടുത്തി ഇന്ന് പുതിയ ലോവർ സർക്യൂട്ട് അടിച്ചു. BSEയിൽ ഓഹരി വില 4.99% ഇടിഞ്ഞ് 74.20 രൂപയിലെത്തി. ഇത് ഇന്നത്തെ ലോവർ സർക്യൂട്ടും 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയുമാണ്. കമ്പനിയുടെ ഓഹരികൾ 5% ഇടിഞ്ഞ് ലോവർ സർക്യൂട്ടിലേക്ക് താഴ്ന്നു. അതുപോലെ തന്നെ NSEയിൽ 52 ആഴ്ചയിൽ ഏറ്റവും താഴ്ന്ന വിലയായ 73.42 രൂപയിലും എത്തി. തുടർച്ചയായ 16ാം ദിവസമാണ് ഓഹരികൾ ഇടിവ് നേരിടുന്നത്. ഈ കാലയളവിൽ ഏകദേശം 55% ഓഹരി വില ജെൻസോൾ എഞ്ചിനീയറിംഗിൻ്റെത് ഇടിഞ്ഞിട്ടുള്ളത്. ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നതിനായി വായ്പ എടുത്ത പണം വകമാറ്റി ചെലവഴിച്ചു എന്ന് ആരോപിച്ച് ജെൻസോളിന്റെയും ബ്ലൂ സ്മാർട്ടിന്റെയും പ്രൊമോട്ടർമാരായ സഹോദരന്മാരായ അൻമോൾ സിംഗ് ജഗ്ഗിയും പുനീത് സിംഗ് ജഗ്ഗിയും സെബിയുടെ അന്വേഷണം നേരിടുന്നുണ്ട്. ഇതാണ് ഈ ഓഹരികൾ ഇടിയാൻ ഏറ്റവും വലിയൊരു കാരണം. ലിസ്റ്റ് ചെയ്ത കമ്പനികൾ സ്ഥാനങ്ങൾ വഹിക്കുന്നതിൽ നിന്നും ഓഹരി വിപണിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനും ഇരുവരെയും സെബി വിലക്കിയിട്ടുണ്ട്. എത്ര വർഷത്തേക്കാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ലഭ്യമല്ല. മൂന്നാമത്തെ ഒരു പോയിന്റ് നോക്കുകയാണ്, വിദേശികളെക്കാൾ സ്വദേശികൾ. ഇന്ത്യൻ ഓഹരികളിൽ വിദേശികൾ ഹോൾഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സ്വദേശി കമ്പനികളാണ് ഇപ്പോൾ ഓഹരികൾ ഹോൾഡ് ചെയ്യുന്നത്. 2025 മാർച്ചിൽ അവസാനിച്ച പാദത്തിലെ കണക്കുകൾ മ്യൂച്വൽ ഫണ്ടുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, ബാങ്കുകൾ എന്നിവ ഉൾപ്പെടുന്ന ആഭ്യന്തര സ്ഥാപന നിക്ഷേപം അഥവാ DII നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ മൊത്തം ഈക്വിറ്റിയുടെ 16.9% കൈവശം വെച്ചിരിക്കുന്നു. ഇത് മുമ്പൊക്കെ 8%, 9% ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 16.9 ഇതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ, അതായത് FPI അല്ലെങ്കിൽ FIA കൈവശം വെച്ചിരിക്കുന്ന 16.8%-ത്തേക്കാൾ നേരിയ വ്യത്യാസത്തിൽ കൂടുതലാണ് എന്ന് നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്. അപ്പോൾ 16.8 ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹോൾഡ് ചെയ്യുന്നത്. എന്നാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 16.9 എത്തിയിട്ടുണ്ട്. നീണ്ട മൂല്യനിർണ്ണയങ്ങളുടെയും കുറഞ്ഞ വരുമാന വളർച്ചയെയും ചൂണ്ടിക്കാട്ടി കുറഞ്ഞ മാസങ്ങളായി വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികളുടെ സ്ഥിരമായ വിൽപ്പനക്കാരായി മാറുകയായിരുന്നു. കാരണം നവംബർ മുതലാണെന്ന് ആണ് എൻ്റെ വിശ്വാസം. ആ മാസം മുതൽ ഇങ്ങോട്ട് എല്ലാ മാസവും നല്ല രീതിയിൽ FIS സെല്ലിങ് തുടർന്നുകൊണ്ടിരുന്നു. 2024 ഒക്ടോബറിനും 2025 ഫെബ്രുവരിക്കും ഇടയിൽ അവർ മൊത്തം 2,30,000 കോടിയുടെ ഓഹരികൾ വിറ്റഴിച്ചു. ഇതിന് വിപരീതമായി വിൽപ്പന സമ്മർദ്ദം കുറയ്ക്കാനും ആഭ്യന്തര നിക്ഷേപകർ സ്ഥിരമായി ഇടപെട്ടുകൊണ്ടിരുന്നു. അതേ കാലയളവിൽ ഏകദേശം 3,50,000 കോടി രൂപയാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിൽ നിക്ഷേപിച്ചത്. മാർച്ച് പാദത്തിൽ മാത്രം ആഭ്യന്തര നിക്ഷേപകർ, അതായത് DIIs 1,90,000 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങി. അതേസമയം വിദേശ നിക്ഷേപകർ 1,20,000 കോടിയുടെ വിൽപ്പനയാണ് നടത്തിയത്.
വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികളിൽ വലിയൊരു പങ്ക് കൈവശം വെച്ചിരുന്ന മുൻകാലങ്ങളിൽ നിന്ന് അതായത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആധിപത്യം വർദ്ധിച്ചു വരുന്ന ഒരു മാറ്റത്തെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഉദാഹരണത്തിന് 2015 മാർച്ചിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യൻ ഓഹരികളുടെ 20.7% വരെ കൈവശം വെച്ചിരുന്നു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ സമയത്ത് 10% കൈവശം വെച്ചിരുന്നത്. ഇപ്പോൾ ഈ വിടവ് കുറയുകയും ഒടുവിൽ തിരിച്ചു പിടിക്കുകയും ചെയ്യുന്നത് നമുക്ക് ഇപ്പോൾ നേരിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യൻ മാർക്കറ്റിൽ ആധിപത്യം സ്ഥാപിക്കുന്നത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഏതെങ്കിലും ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ നിയമപരമായ കാര്യങ്ങൾ വരുമ്പോൾ ഇത്തരം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത്തരം നിയമങ്ങളിൽ മാറ്റം വരുത്താൻ പ്രഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് തുടർച്ചയായ വിൽപ്പന സമ്മർദ്ദം കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. ഇനി അത് നടക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഉദാരവൽക്കരണത്തിന് ശേഷം വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് നേരിട്ട് പ്രവേശനം അനുവദിച്ചത് മുതൽ ഇന്ത്യൻ ഓഹരികൾ മറ്റു മിക്ക വളർന്നു വരുന്ന വിപണിയേക്കാളും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മറക്കാതെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ദെൻ മെയ്ഡ് ഇൻ ഇന്ത്യ ഫോൺ. അടുത്ത മാസം മുതൽ US വിൽക്കുന്ന ഐഫോണുകൾ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ടാഗ് ഉള്ളതായിരിക്കും എന്നാണ് അറിയുന്നത്. ആപ്പിൾ ഇന്ത്യയിലെ ഐഫോൺ ഉൽപ്പാദനം വലിയ തോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ജൂൺ പാദത്തിൽ US വിൽക്കുന്ന മിക്ക ഐഫോണുകളും മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ലേബൽ ഉള്ളതായിരിക്കുമെന്ന് ആപ്പിൾ CEO ടിം കുക്ക് പറഞ്ഞിരിക്കുകയാണ്. ചൈനീസ് ഇറക്കുമതിക്ക് US ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫുകൾ ആപ്പിളിനെ ബാധിക്കുകയും നിർമ്മാണം വിവിധ രാജ്യങ്ങളിലേക്ക് മാറ്റാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മാറ്റം. ആപ്പിളിന്റെ രണ്ടാം പാദ വരുമാനം അവലോകനം ചെയ്യുന്ന സമ്മേളനത്തിനിടയിലാണ് ടീം കുക്ക് ഈ ഒരു അപ്ഡേറ്റ് പങ്കിട്ടത്. കമ്പനിയുടെ ഉൽപാദന തന്ത്രത്തിൽ വിയറ്റ്നാം നിർണായക പങ്ക് വഹിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജൂൺ പാദത്തിൽ US വിൽക്കുന്ന മിക്ക ഐഫോണുകളുടെയും ഉത്ഭവ രാജ്യം ഇന്ത്യയായിരിക്കുമെന്നും US വിൽക്കുന്ന മിക്ക എല്ലാ ഐപാഡ്, മാക്, ആപ്പിൾ വാച്ച്, എയർപോഡ്സ് ഉൽപ്പന്നങ്ങൾക്ക് ഉത്ഭവ രാജ്യം വിയറ്റ്നാം ആയിരിക്കുമെന്നും ടീം കുക്ക് പറഞ്ഞു. അതേസമയം യുഎസിന് പുറത്തുള്ള ആപ്പിളിന്റെ ആഗോള വിപണികളുടെ പ്രധാന നിർമ്മാണ കേന്ദ്രമായി ചൈന തന്നെ തുടരും എന്നും അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിഫ്റ്റി NSEയുടെ ഇന്റർനാഷണൽ എക്സ്ചേഞ്ചിലെ NSE IX എന്ന് പറയുന്ന എക്സ്ചേഞ്ചിൽ വെള്ളിയാഴ്ച ഇന്ന് പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം ഗിഫ്റ്റ് നിഫ്റ്റി ഏപ്രിൽ എക്കാലത്തെയും ഉയർന്ന പ്രതിമാസ വിറ്റുവരവ് അല്ലെങ്കിൽ ടേൺ ഓവർ $100 ബില്യൺ രേഖപ്പെടുത്തി. വലിയൊരു സംഭവം തന്നെയാണ്. കാരണം വിദേശ പണം ഇന്ത്യയിലേക്ക് ഒഴുകുന്നത്, ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കും പോകുന്നതിന്റെ ഒരു വലിയൊരു സിംബോളിക് റെപ്രസെന്റേഷനാണ് ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് പറയുന്നത്. വളരെയധികം ശ്രദ്ധിച്ച് തന്നെ നമ്മളത് നോക്കിക്കാണണം. കാരണം നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഇന്ത്യയുടെ നില മാറി മറിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഈ വളർച്ചയിൽ വളർന്നു വരുന്ന ചെടി മാത്രം കുഞ്ഞു തൈയാണ് ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഇപ്പോൾ നിങ്ങൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് സന്തോഷത്തിനുള്ള ഒരു വകുപ്പ് നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഗിഫ്റ്റ് സിറ്റി പ്ലാറ്റ്ഫോം വഴി ഇന്ത്യൻ ഇക്വിറ്റി ഡെറിവേറ്റീവുകളിൽ അന്താരാഷ്ട്ര തലത്തിൽ വർദ്ധിച്ചു വരുന്ന താല്പര്യമാണ് ഈ കുതിച്ചുചാട്ടം നമുക്ക് കാണിച്ചു തരുന്നത്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ദെൻ അടുത്ത ഒരു അപ്ഡേറ്റ്, ഓല ഇലക്ട്രിക്കൽ ഇന്നലെ രാവിലെ NDTV പ്രോഫിറ്റ് എന്ന ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്തത് ഓല ഇലക്ട്രിക് 2 ഇൻസൈഡർ ട്രേഡിംഗ് കേസുകളിൽ ഓഹരി വിപണി നിയന്ത്രണ സ്ഥാപനമായ സെബിയുടെ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. 2024 ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ കമ്പനിയുടെ ഒരു ഇൻസൈഡർ പ്രിവിലേജ്ഡ് മെറ്റീരിയൽ വിവരങ്ങളിൽ നിന്ന് നടത്തിയ 2 ട്രേഡിംഗ് ഇൻസിഡൻസ് ആണ് സെബി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പവർ പ്ലേ EV നിർമ്മാതാക്കളായ ഓല ഇലക്ട്രിക് അതിവേഗം വളർന്നു വരുന്ന EV വിഭാഗത്തിൽ ആധിപത്യം പുലർത്തുന്നതിനാൽ സമീപ മാസങ്ങളിൽ വിൽപ്പനയിൽ വൻ കുതിപ്പാണ് കാഴ്ചവെച്ചത്. ഏറ്റവും വലിയ ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മാതാക്കളായിരുന്ന ഓല 2025 സാമ്പത്തിക വർഷത്തിലെ ഏപ്രിലിൽ 19,709 EV രജിസ്ട്രേഷനുകൾ മാത്രമായി ചുരുങ്ങുകയും TVS മോട്ടോർ കമ്പനിക്ക് പിന്നിലായി എത്തി എന്നുള്ളതും വസ്തുത തന്നെയാണ്. റെയിൽടെൽ സ്റ്റോക്കുകൾ റെയിൽവേ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള നവരത്ന പൊതുമേഖലാ സ്ഥാപനമായ റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മികച്ച വരുമാനത്തെ തുടർന്ന് മെയ് 2 ഓഹരികൾ, അതായത് ഇന്ന് ഓഹരികൾ ഏകദേശം 10% ഉയർന്നു. 4ാം പാദത്തിൽ കമ്പനിയുടെ ലാഭം 46.3% വർദ്ധിച്ച് 113 കോടിയിലെത്തിയിരുന്നു. അതേസമയം വരുമാനം 57% വർദ്ധിച്ച് 1,308 കോടിയിലുമെത്തി.
മാർജിനുകളിൽ ഇടിവുണ്ടായിട്ടും ശക്തമായ വരുമാനവും ലാഭ വളർച്ചയും ഇന്ത്യൻ റെയിൽവേയിലുടനീളം ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിൽ കമ്പനിയുടെ തന്ത്രപരമായ പങ്കും നിക്ഷേപകരുടെ താൽപര്യം വർദ്ധിപ്പിച്ചു. US തൊഴിൽ വിപണിയെക്കുറിച്ചുള്ള പ്രതീക്ഷിച്ചതിലും ശക്തമായ റിപ്പോർട്ടിനെ തുടർന്ന് വാൾ സ്ട്രീറ്റ് ഓഹരികളിൽ വൻ ഉയർച്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ച ആദ്യ വ്യാപാരത്തിൽ S&P 500 1% ഉയർന്നു. തുടർച്ചയായ ഒൻപതാം ദിവസവും സൂചിക മുന്നേറ്റത്തിലാണ്. ഡോ ജോൺസ് ശരാശരി 447 പോയിന്റ് അഥവാ 1.1% വർധനവ് രേഖപ്പെടുത്തി. നാസ്ഡാക്ക് കമ്പോസിറ്റ് 0.9% ഉയർന്നിട്ടുണ്ട്. ഏപ്രിൽ തൊഴിലുടമകൾ 1,77,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഒരു റെക്കോർഡ് ഒരിക്കലും മാർക്കറ്റ് പ്രതീക്ഷിച്ചതല്ല. അതായത് മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്ന ആൾക്കാർ ഇത്രയും വലിയൊരു ജോബ് ഓപ്പണിംഗ് വരും എന്നുള്ള കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും വലിയ രീതിയിൽ ഇവിടെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നിരിക്കുക. ട്രംപ് താരിഫിൽ ചൈനയായിട്ടുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ 0 താരിഫിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ന്യൂസ് ഒരു പ്രത്യേക രീതിയിലാണ് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം കൃത്യമായി ന്യൂസ് എഴുതി ഉണ്ടാക്കി ഒരു സ്ക്രിപ്റ്റഡ് ആക്കി അത് പ്രോപ്പറായി ബാക്ക്ഗ്രൗണ്ടിൽ വായിക്കുക എന്ന രീതിയിലാണ് ഞാൻ ഇന്ന് ഇത് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു ഡിഫറൻസ് എന്തൊക്കെയാണ് ഇനി മാറ്റങ്ങൾ വേണ്ടത് എന്നുള്ള കാര്യങ്ങളിലും നിങ്ങൾ ഒരു കമൻറ്റുകൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ എനിക്ക് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ചാനൽ മുന്നോട്ട് പോകുന്നത്. പരമാവധി ഇപ്പോൾ 200 പേരും 150 പേരൊക്കെയാണ് കാണുന്നത്. ഇതൊരു 2500-3000 പേര് കാണുന്ന രീതിയിലേക്ക് ഒന്ന് എത്തിക്കണം എന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു.